ഈ രാത്രിയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്ന ദൈവവചനത്തെ സ്നേഹിച്ച് വളരെ തിരക്കുണ്ടായിട്ടും കർത്താവിൻ്റെ വചനത്തെ അറിയുവാനായിട്ട്, വചനം പഠിക്കുവാനായിട്ട് കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് വേഗം വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം പറയുന്നു. നമ്മൾ റോമ ലേഖന പഠനത്തിലാണല്ലോ, രണ്ടാമത്തെ ആഴ്ചയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചത് ഈ പുസ്തകം ആർക്കെഴുതി, ഇതിൻ്റെ കാലഘട്ടം, ഇത് എഴുതാനുണ്ടായ സാഹചര്യം, റോമയിലെ സഭ, റോമയിൽ ഹൗസ് ചർച്ചസുകളാണ് ഉണ്ടായിരുന്നത് എന്ന് നമ്മൾ കണ്ടു. വേദപുസ്തകത്തിൻ്റെ പഠിപ്പീരിൽ ചരിത്ര പുസ്തകങ്ങളിലും റോമിലെ ഹൗസ് ചർച്ചസുകളായിരുന്നു ഉണ്ടായിരുന്നത്. അത് പെന്തക്കോസ്റ്റ് നാളിലും ഒപ്പം അപ്പോസ്തലനായ പൗലോസിൻ്റെ കൊറിന്ത്, അഥേന, എഫെസൂസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താൻ പഠിപ്പിച്ചപ്പോൾ, അല്ലെങ്കിൽ താൻ സുവിശേഷ വേല ചെയ്തപ്പോൾ രക്ഷിക്കപ്പെട്ട് തിരിച്ച് റോമിലേക്ക് മടങ്ങിപ്പോയ കുടുംബങ്ങളാൽ സ്ഥാപിതമായ ഹൗസ് ചർച്ചസുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ശ്രദ്ധിച്ചത്. തുടർന്ന് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. മക്കളെ, നിങ്ങൾ അവിടെ ഒരു യങ് ബോയ് സാറക്കുട്ടി നടന്നോട്ടെ, നിങ്ങൾ കളിക്ക് നിർത്തിക്ക്, ബോട്ടൊക്കെ നിർത്തിക്ക്. വായിക്കാം നമുക്ക് 1-ാം അധ്യായം 1 മുതൽ 4 വരെ. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുൻപുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശു ക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്, റോമയിൽ ദൈവത്തിന് പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമായ എല്ലാവർക്കും എഴുതുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകും. ഇന്ന് ആദ്യം ഞാൻ ഈ പുസ്തകത്തിന്റെ വിഭജനം, ഇതെങ്ങനെയാ നമുക്കിത് മനസ്സിലാക്കുവാനും പഠിക്കുവാനും, ഇതെപ്രകാരമാണ് വിഭജിക്കേണ്ടത്, ഇതെങ്ങനെ മനസ്സിലാക്കി പഠിക്കണമെന്നൊന്ന് പറഞ്ഞിട്ട് ഈ വാക്യത്തിലേക്ക് വരാം. 16 അധ്യായങ്ങളുള്ള ഈ ലേഖനം 3ആയിട്ട് നമുക്ക് ബ്രോഡായിട്ട് തിരിക്കുവാനായിട്ട് സാധിക്കും. 1 മുതൽ 8 വരെയുള്ള അധ്യായങ്ങൾ, 9 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ, 12 മുതൽ 16 വരെ, 1 to 8 ചാപ്റ്റേഴ്സ്, 9 to 11, 12 to 16. 1 to 8 ഒരു സെക്ഷനാണ്, 9, 10, 11 വേറൊരു സെക്ഷനാണ്, 12 to 16 വേറൊരു സെക്ഷനാണ്. നമ്മെ രക്ഷിക്കുന്ന സുവിശേഷത്തെ കുറിച്ചാണ് ജനറലി 1 to 8 നമ്മെ രക്ഷിക്കുന്ന സുവിശേഷം, അതിനെ കുറിച്ചാണ് 1 to 8 പറയുന്നത്. 9, 10, 11 വാക്യങ്ങളിൽ യഹൂദനും സുവിശേഷവും തമ്മിലുള്ള ബന്ധം, ദൈവത്തിന് യഹൂദനും അവരുടെ രക്ഷയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എങ്ങനെയാണെന്നാണ് 9, 10, 11 അധ്യായങ്ങളിൽ വിവരിച്ചിരിക്കുന്നത്. 12 മുതലുള്ള അധ്യായങ്ങളിൽ ഒരുവന്റെ ജീവിതത്തിലേക്ക് സുവിശേഷം ജീവനായിട്ട് വെളിപ്പെട്ട് കഴിയുമ്പോൾ ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കും എന്നാണ് 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ. കുടുംബത്തോടുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ, സമൂഹത്തോടുള്ള ബന്ധത്തിൽ, രാഷ്ട്രത്തോടുള്ള ബന്ധത്തിൽ, അതായത് പ്രാക്ടിക്കൽ ക്രിസ്ത്യൻ ലൈഫ് എങ്ങനെയായിരിക്കുമെന്നാണ് 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലൻ വിവരിക്കുന്നത്. ഹല്ലേലൂയ. ഈ പുസ്തകം നിങ്ങൾ നോക്കിയാൽ ഇതിന്റെ 1 മുതൽ ആദ്യത്തെ ഭാഗം ഒരു ആമുഖമാണ്, ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. പിന്നെ പാപത്തെക്കുറിച്ച് വിവരിക്കുന്നു, രക്ഷയെക്കുറിച്ച് പറയുന്നു, വിശുദ്ധീകരണത്തെക്കുറിച്ച് പറയുന്നു, ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നു. ഞാനതൊന്ന് നിങ്ങൾക്ക് പഠന സൗകര്യത്തിനായിട്ട് വാക്യങ്ങളായിട്ടൊന്ന് പറഞ്ഞാൽ അല്പം കൂടെ വിശദമാണ്. റോമാലേഖനം 1-ാം അധ്യായം അതിന്റെ 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഒരു മുഖവുരയാണ്, ഒരു ആമുഖം, ഒരു ഇൻട്രൊഡക്ഷനാണ്.
മുകളിൽ നോക്കിയോ. 1 മുതൽ 17 വരെ ഇസ് ആൻ ഇൻട്രൊഡക്ഷൻ. 1 മുതൽ 17 വരെ ഒരു ആമുഖമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത് 1-ാം അധ്യായം 18 മുതൽ 3-ാം അധ്യായം 20 വരെ നിങ്ങൾ എഴുതിയെടുക്കുന്നവർക്കായിട്ട് റോമാലേഖനം 1-ാം അധ്യായം 1 മുതൽ 18 വരെ ഒരു ഇൻട്രൊഡക്ഷനാണ്. ഇത് വളരെ ഉപദേശപരമായ കാര്യങ്ങളൊക്കെ അപ്പോസ്തലൻ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതെല്ലാം ശ്രദ്ധിക്കും. പിന്നീട് 18 മുതൽ 1-ാം അധ്യായം 18 മുതൽ 3-ാം അധ്യായം 20 വരെ സുവിശേഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്രത്തോളം ഇന്നെവിറ്റബിൾ ആണെന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. എന്തുകൊണ്ട് ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച ഏതൊരു വ്യക്തിക്കും സുവിശേഷത്തിന്റെ ആവശ്യകതയുണ്ട്. 3-ാം അധ്യായം 23-ാം വാക്യം വരുന്നത് ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു ദൈവ കോപത്തിന്റെ കീഴിലാണ് എന്നാ അപ്പോസ്തലൻ പറയുന്നത്. യഹൂദനായാലും യവനനായാലും ഏത് ജാതിയിലും ഏത് എത്നിസിറ്റിയിലും ഏത് ദേശത്തുള്ളവനായാലും ഭൂമിയിൽ ജനിക്കുന്ന മനുഷ്യൻ ഏവരും ദൈവത്തിന്റെ കോപത്തിന്റെ കീഴിലാണ്. അതുകൊണ്ട് ഏതൊരു വ്യക്തിക്കും സുവിശേഷത്തിന്റെ ഇമ്പോർട്ടൻസ്, സുവിശേഷം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എത്രത്തോളം ആവശ്യമുള്ളതാണ് എന്നാണ് 1-ാം അധ്യായം 18 മുതൽ 3-ാം അധ്യായം 20 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. അതിന്റെ 3:23 നാം വായിക്കുന്നത് 3:23 ഹല്ലേലൂയ, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഹല്ലേലൂയ. അവിടെ ഒരു സെക്ഷൻ അവസാനിക്കുകയാണ്. പിന്നീട് 3-ാം അധ്യായം 3-ാമത്തെ സെക്ഷൻ 3-ാം അധ്യായം 21 മുതൽ 5-ാം അധ്യായം 21 വരെ, ചാപ്റ്റർ 3 21 to 5:21. ഈ അധ്യായങ്ങളും വാക്യങ്ങളും പിന്നീടാണ് ഉണ്ടായത്. ആദ്യം അപ്പോസ്തലൻ, ഫോർ എക്സാമ്പിൾ റോമാലേഖന അപ്പോസ്തലൻ എഴുതുമ്പോൾ ഇത് അധ്യായങ്ങൾ തിരിച്ചെഴുതി ഇങ്ങനെ എഴുതി പോവുകയാണ്. ഇത് തുടക്കം മുതൽ അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു, തെർത്തോസ് ഇതിങ്ങനെ എഴുതിയെടുക്കുകയാണ്. അപ്പോ പിന്നീടാണ് 1-ാം നൂറ്റാണ്ടിലാണ് പിന്നീട് നമ്മളുടെ സൗകര്യത്തിനായിട്ട് ഇതിപ്പോ ഞാൻ 3-ാം അധ്യായം 21 പറയുമ്പോൾ നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റുന്നത് അതങ്ങനെ ക്രമീകരിച്ചിട്ടുള്ളതുകൊണ്ടാണ്. അപ്പൊ അതിന്റെ ഒരു നല്ല വശമാണ്. പക്ഷെ അതിന്റെ ഒരു വേറൊരു സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ ഒരു ആശയം തീരുന്നത് ചിലപ്പം ഈ അധ്യായങ്ങളുടെ തുടക്കത്തിൽ അവസാനമായിരിക്കില്ല. ചിലപ്പോൾ ആ ആശയം 2-ാമത്തെ അല്ലെങ്കിൽ അടുത്ത അധ്യായത്തിലൂടെ കയറി കിടക്കുന്നുണ്ടായിരിക്കും. നമ്മൾ പഠിക്കുമ്പോൾ അങ്ങനെ പഠിച്ചെങ്കിലേ മനസ്സിലാവുകയുള്ളൂ. അതതിന്റെ ഒരു എതിർവശമാണ്. പക്ഷെ നല്ലൊരു വശം എന്ന് വെച്ചാൽ നമുക്കത് വേഗം, ഞാൻ നിങ്ങളോട് 3-ന്റെ എടുക്കാൻ പറയുമ്പോൾ നമുക്ക് വേഗം എടുക്കാൻ പറ്റുന്നത് അതങ്ങനെ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ്. അപ്പോ 3-ാം അധ്യായം 21 മുതൽ 5-ാം അധ്യായം 21 വരെ രക്ഷയെ കുറിച്ചാണ് അപ്പോസ്തലൻ പറയുന്നത്. സാൽവേഷൻ, രക്ഷ. ആദ്യം അപ്പോസ്തലൻ പറഞ്ഞു ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപികളാണ്. എനിക്കും നിങ്ങൾക്കും ഈ ദേശത്തുള്ളവരും നമ്മൾ വന്നു താമസിക്കുന്ന എവിടെയുള്ളവർക്കും നിത്യതയിൽ രക്ഷയ്ക്കായിട്ട് സുവിശേഷം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് 17-18 വാക്യങ്ങളിൽ സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നീട് യവനനും രക്ഷയ്ക്കായി ദൈവ ശക്തിയല്ലോ. ഹല്ലേലൂയ. ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. there is no other, വേറൊരു സെക്കൻഡ് ഓപ്ഷൻ ഇല്ല. ഹല്ലേലൂയ. വേറൊരു മാർഗമില്ല. അത് വ്യക്തമായിട്ട് വളരെ ശക്തമായിട്ട് ഈ സഭയിലെ ജനങ്ങളോട് താൻ അറിയിക്കുകയാണ്. ഹല്ലേലൂയ. ഈ 3-ാം അധ്യായം 21 മുതൽ 5:21 വരെയുള്ള ഭാഗത്ത് രക്ഷയെ കുറിച്ചാണ് പറയുന്നതെങ്കിലും അപ്പോസ്തലൻ ഉപയോഗിക്കുന്ന വാക്ക് നീതീകരണം എന്നുള്ളതാണ്. 3:10 വായിച്ചാൽ നമുക്ക് നീതീകരണം എന്നാണ് പറയുന്നത്. നീതീകരണം. ഹല്ലേലൂയ. നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. ഹല്ലേലൂയ. പാപം ചെയ്ത്
ദൈവത്തിന്റെ കോപത്തിന്റെ കീഴിലായിരിക്കുന്ന ജനത്തെ നോക്കിയിട്ട് അപ്പോസ്തലൻ പറയുന്നത് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് രക്ഷയെ ഇവിടെ പല ഭാഗങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്നത് നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ റൈച്ചസ്നെസ് എന്ന വാക്കുകൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് മുൻപോട്ട് അപ്പോസ്തല പ്രവൃത്തികളിൽ അപ്പോസ്തലനായ പൗലോസിന്റെ ആദ്യത്തെ പ്രസംഗം നോക്കിയാൽ 13-ാം അധ്യായത്തിന്റെ 38-ാം വാക്യം, അപ്പോസ്തല പ്രവൃത്തികൾ 13-38 വാക്യത്തിൽ അപ്പോസ്തലൻ ഇപ്രകാരമാണ് പറയുന്നത്: ആകയാൽ സഹോദരന്മാരെ, ഇവൻ മൂലം നിങ്ങളുടെ പാപമോചനം അറിയിക്കുന്നു എന്നും മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു. മോശയുടെ നീതീകരിക്കപ്പെടാൻ പറ്റാത്ത നിങ്ങൾ ഇവനിലുള്ള വിശ്വാസത്താൽ, കർത്താവ് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നു എന്ന് ഹല്ലേലൂയ കൊരിന്തിലെ ജനങ്ങളോട് പറയുമ്പോൾ ഒരുപക്ഷെ അവർ ചിന്തിച്ചു, അപ്പോസ്തലൻ എന്താ ഈ നീതീകരണം? ഒരു പുതിയ ടേം ആണല്ലോ. എന്താ ഈ ജസ്റ്റിഫിക്കേഷൻ? നീതീകരണം എന്ന് വെച്ചാൽ എന്താ അർത്ഥമാക്കുന്നത്? പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് റോമാലേഖനത്തിലാണ്. എന്താ നീതീകരണം? ഹല്ലേലൂയ. ഈ 3-ാം അധ്യായത്തിന്റെ 21 മുതൽ 5-ന്റെ 21 വരെയുള്ള ഭാഗത്ത് 3 കാര്യങ്ങളാണ് അപ്പോസ്തലൻ പറയുന്നത്. നമ്മൾ അതിനെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഡിവൈഡ് ചെയ്താൽ 3-ന്റെ 21 മുതൽ 31 വരെ എന്താണ് ജസ്റ്റിഫിക്കേഷൻ എന്നാ പറയുന്നത്? എന്താണ് നീതീകരണം? ജസ്റ്റിഫിക്കേഷൻ എന്താണെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. 3-ന്റെ 21 മുതൽ 31 വരെ. ഹല്ലേലൂയ. അതിന്റെ 28-ാം വാക്യം 26-ാം വാക്യം വായിച്ചാല്, താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിക്കുവാൻ തന്നെ അങ്ങനെ ചെയ്തത്. നീതീകരണം വിശ്വാസത്താല, കർമ്മമാർഗത്താലല്ല. ഒരുവൻ രക്ഷിക്കപ്പെടുന്നത് ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താല. പ്രവർത്തികളാൽ ആരും രക്ഷ പ്രാപിക്കുന്നില്ല. പ്രവർത്തിച്ച് മടുത്തിരിക്കുന്ന, പ്രവർത്തിച്ച് തളർന്നിരിക്കുന്ന ജനങ്ങളെ നോക്കി അപ്പോസ്തലൻ പറയുക, രക്ഷ പ്രവർത്തിയാലല്ല, രക്ഷ വിശ്വാസത്താല. ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താല രക്ഷ. ഞാൻ നിങ്ങളോട് ചോദിക്കുക, ആ നിലയിലുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടോ? നാം ചിന്തിക്കണം. രക്ഷിക്കുന്ന വിശ്വാസം എന്തിനുണ്ടോ? എനിക്ക് വിശ്വാസമൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ഭവനത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഈ വിശ്വാസത്തിൽ. ഞങ്ങൾ കാത്തലിക് ഫാമിലിയാണ്. എൻ്റെ കുടുംബവും, എൻ്റെ പേരൻസ്, എൻ്റെ ബ്രദേഴ്സ് ഒക്കെ, ഫാമിലി റിലേറ്റീവ്സ് എല്ലാം കാത്തലിക് ബാക്ക്ഗ്രൗണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് എൻ്റെ അപ്പനും അമ്മയോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നു, ഞങ്ങൾ ഇതൊക്കെ തന്നെയല്ലേ വിശ്വസിക്കുന്നത്? ഞാൻ ചോദിക്കുന്നു, രക്ഷിക്കുന്ന വിശ്വാസമുണ്ടോ? അപ്പൊ അതെന്നാ രക്ഷിക്കുന്ന വിശ്വാസം? അതറിയണമെങ്കിൽ വചനപുസ്തകത്തിലേക്ക് വരണം. അതിനാ നമ്മളിത് പഠിക്കുന്നത്. എന്താ ഈ രക്ഷിക്കുന്ന വിശ്വാസം? എൻ്റെ പ്രിയരെ, കർത്താവിന്റെ വരവ് എത്ര പേര് വിശ്വസിക്കുന്നു? കർത്താവ് വരും. അല്ലയോ ഗലീലിയ പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? ഈ കടന്നുപോയവൻ തിരികെ വരും. ഞാൻ ചോദിക്കട്ടെ, പഴയ നിയമരേഖകളിൽ ഭാഗമായി അപ്പോസ്തലൻ പ്രവാചകന്മാർ മുഖാന്തരം ഈ ക്രിസ്തുയേശുവിനെ കുറിച്ച് പറഞ്ഞില്ലേ? യിരെമ്യാവ് പറഞ്ഞില്ലേ? യെഹെസ്കേൽ പറഞ്ഞില്ലേ? യെശയ്യാവ് പറഞ്ഞില്ലേ? സക്കറിയാവ് പറഞ്ഞില്ലേ? സംഭവിച്ചില്ലേ? അങ്ങനെയെങ്കിൽ ദൈവം തന്നെ നമ്മോട് പറഞ്ഞിരിക്കുക, ഞാൻ വീണ്ടും വരും. പ്രവാചകന്മാർ പറഞ്ഞത് സംഭവിച്ചെങ്കിൽ കർത്താവ് പറഞ്ഞിരിക്കുക, ഞാൻ വരും. കർത്താവ് വരും. അപ്പോൾ എടുക്കപ്പെടുന്നവരായി, രക്ഷിക്കുന്ന വിശ്വാസമുള്ളവരായിട്ട് നമ്മൾ നിലനിൽക്കണം പ്രിയരെ. ഇത് നമ്മളെ കുറിച്ച് അത് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഇവിടെ അപ്പോസ്തലൻ പറയും, എന്താ ഈ രക്ഷിക്കുന്ന ഈ നീതീകരണം എന്ന് വെച്ചാൽ എന്താ രക്ഷ? വിശ്വാസത്താല. അത് കൃത്യമായിട്ട് അപ്പോസ്തലൻ അവിടെ വിവരിക്കുക ആ ഭാഗത്ത്. അതാണ് നമ്മൾ അതിന്റെ 3-ാം അധ്യായത്തിന്റെ 21 മുതൽ 31 വരെ കാണുന്നത്. 4-ാം അധ്യായം മുഴുവനും 1 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസേ, ഇത്
ഇസ്രായേൽ ജനവുമായിട്ട് ദൈവത്തിനുണ്ടായിരുന്ന കരാർ തോറ്റുപോയപ്പോൾ, ഇസ്രായേൽ ജനം തോറ്റുപോയപ്പോൾ, ഇസ്രായേൽ ജനം തോറ്റു തുന്നം പാടിയപ്പോൾ ദൈവത്തിന്റെ ഉള്ളിൽ ഉടലെടുത്ത വേറൊരു ഐഡിയയാണോ ഈ കാൽവരി യാഗത്താലുള്ള രക്ഷ? 4-ാം അധ്യായം 4-ാം വാക്യം വായിക്കുന്നറിയോ? അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. ആര്? പഴയ നിമിഷം. അബ്രഹാം പ്രവൃത്തിയാലല്ല നീതീകരിക്കപ്പെട്ടത്, വിശ്വാസത്താൽ. ഇറ്റ്സ് നോട്ട് ന്യൂ. ഇതൊരു പുതിയ ദൈവത്തിന്റെ പദ്ധതിയല്ല. അനാദി മുതലേ ദൈവത്തിന്റെ ഉള്ളിൽ മറഞ്ഞു കടന്നിരുന്ന മർമ്മമാ തന്റെ പുത്രനിലൂടെ മാനവരാശിയുടെ രക്ഷ, വിശ്വാസത്താലുള്ള രക്ഷ. അത് വിവരിക്കുക 4-ാം അധ്യായത്തിൽ. 4-ാം അധ്യായത്തിന്റെ 25 വാക്യങ്ങളിൽ എങ്ങനെയാണ്? ഇതൊരു പുതിയ ദൈവത്തിന്റെ ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു പദ്ധതിയല്ല. ആദ്യം മുതലേ വിശുദ്ധ രേഖകളാൽ അറ്റസ്റ്റ് ചെയ്തതാ. ഇതിന്റെ അറ്റസ്റ്റേഷൻ വിശുദ്ധ രക്തങ്ങളാണ്. ഹല്ലേലൂയ. അടുത്തത് 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 5-ന്റെ 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. What is the logic, Paul? അപ്പോസ്തലനെ ഇതിന്റെ ലോജിക് ഒന്ന് പറയാമോ? ഏകനാൽ പാപം, ഒരുവൻ പാപം ചെയ്തതിനാൽ അനേകർ പാപികളായി തീർന്നു. എല്ലാവരും പാപികളായി തീർന്നു. അപ്പോൾ മറ്റൊരുവന്റെ അനുസരണത്താൽ എങ്ങനെയാ എല്ലാവരും നീതീകരിക്കപ്പെടുന്നത്? ഇതിന്റെ ലോജിക് ഒന്ന് പറയാമോ അപ്പോസ്തലനെ? അതാ 5-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഹല്ലേലൂയ. 3-ാം അധ്യായത്തിന്റെ 21 മുതൽ 5-ാം അധ്യായത്തിന്റെ 21-ാം വാക്യം വരെ നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്താ പഠിക്കുന്നത്. 3-ാം അധ്യായത്തിന്റെ 21 മുതൽ 31 വരെ വാട്ട് ഈസ് ജസ്റ്റിഫിക്കേഷൻ. 4-ാം അധ്യായം മുഴുവനും ഇത് പഴയ നിയമകാലത്തെ ദൈവം പഴയ നിയമ വിശുദ്ധന്മാരും വിശ്വാസത്താലാ നീതീകരിക്കപ്പെട്ടത്, ആരും പ്രവൃത്തിയാലല്ല നീതീകരിക്കപ്പെട്ടത്. ഹല്ലേലൂയ. 3-ാമത് ഇതിന്റെ ഫൗണ്ടേഷൻ, ഇതെങ്ങനെയാ നമുക്ക് നമ്മൾ ജീവനായിട്ട് വ്യാപരിക്കുന്നത്? ഇതിന്റെ ലോജിക് എന്താണെന്ന് അപ്പോസ്തലൻ 5-ാം അധ്യായത്തിൽ പറയുന്നത്. 6-ാം അധ്യായം മുതൽ 8-ാം അധ്യായം വരെ 6 to 8 വിശുദ്ധീകരണത്തെ കുറിച്ചാണ് പറയുന്നത്. From salvation to sanctification. രക്ഷയെ കുറിച്ച് പറഞ്ഞു. അതിനു മുൻപ് എന്തുകൊണ്ട് രക്ഷ എനിക്ക് ആവശ്യമായിരിക്കുന്നു പറഞ്ഞു. കാരണം എല്ലാവരും പാപി. അതിനുശേഷം രക്ഷയെ കുറിച്ച് പറഞ്ഞു. രക്ഷയെ കുറിച്ച് പറഞ്ഞ ശേഷം പറയുക, നോ, രക്ഷ ഒരു തുടക്കം മാത്രം. There is a long way to go. രക്ഷ എന്നുള്ളത് ഒരു തുടക്കം മാത്രം. ഹല്ലേലൂയ. അത് ആ തുടക്കത്തിൽ നാം വളർന്ന് തേജസ്സിൽ മേൽ തേജസ് പ്രാപിച്ച് ക്രിസ്തുവിന്റെ രൂപത്തോട് അനുരൂപരാകണം. ഹല്ലേലൂയ. അതാണ് വിശുദ്ധീകരണം. പക്ഷെ ഇന്ന് പലർക്കും പറ്റിയിരിക്കുന്നത് തുടക്ക സ്ഥലത്ത് തന്നെ ഇപ്പോഴും നിൽക്കുകയാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്, എബ്രായ നോക്കിയിട്ട് കാലം നോക്കിയാൽ നിങ്ങൾ പക്ഷെ ഇപ്പോഴും നിങ്ങൾക്ക് പാല് പോലും നിൽക്കുന്നില്ല. കാരണം അത് തുടക്കത്തിൽ തന്നെ നിന്നുപോയി. പലരുടെയും ചിന്ത രക്ഷിക്കപ്പെട്ടു, ഇനി അങ്ങ് ഓക്കെ. കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന അങ്ങനെയല്ലോ. കാരണം കർത്താവ് കൃത്യമായിട്ട് ശിഷ്യന്മാരെ പഠിപ്പിക്കും, ഈ ദുഷ്ട ലോകത്തിൽ നിങ്ങൾക്ക് ജയാളിയായിട്ട് എന്റെ നാമത്തിന്റെ സാക്ഷിയായിട്ട് നിൽക്കണമെങ്കിൽ ദിനംതോറും നാം വളരണം. അത് പറ്റില്ല. ഹല്ലേലൂയ. കൃത്യമായ പഠിപ്പിക്കും. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ദുഷ്ടലോകമാണ്. ഹല്ലേലൂയ. നമ്മൾ എങ്ങനെയെങ്കിലും വീഴിച്ചു കളയാനായിട്ട്, നമ്മളെ എങ്ങനെയെങ്കിലും വിഴുങ്ങാൻ്റെ നോക്കി പിശാച് നടക്കുക. നമ്മൾ എത്രത്തോളം കർത്താവിനുള്ള ആ കൂട്ടായ്മയിൽ ചേർന്ന് നടക്കണം. ഹല്ലേലൂയ. ഇതിൽ 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് എനിക്ക് എങ്ങനെ ഈ ജഡത്തെ ജയിക്കാം. ഹല്ലേലൂയ. കാരണം
രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ആത്മാവ് രക്ഷയിലേക്ക് വന്നിരിക്കുക. ആത്മാവെന്ന ആദ്യ ഫലം നമ്മൾ വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഈ ശരീരം രൂപാന്തരപ്പെടും. ഈ ശരീരം രൂപാന്തരപ്പെട്ട് നമുക്ക് വേറൊരു ശരീരം ലഭിക്കും. അതുകൊണ്ടാണ് അപ്പസ്തലൻ പറയുന്നത്, എനിക്ക് എങ്ങനെയെങ്കിലും ഈ ശരീരത്തിൽ നിന്ന് പോയാൽ മതി. കാരണം എന്റെ ഉള്ളം ആഗ്രഹിക്കുന്നതും എന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്നതിന് വേറൊരു പ്രമാണവും തമ്മിൽ ക്ലാഷില്ല, പറ്റുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് എങ്ങനെ ഈ ജഡത്തെ ജയിച്ച് നമുക്ക് ജീവിക്കാൻ സാധിക്കുമെന്ന് 6-ാം അധ്യായം പഠിപ്പിക്കും. ഹല്ലേലൂയ. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ന്യായപ്രമാണത്തിൽ നിന്ന് നമുക്ക് എങ്ങനെ സ്വാതന്ത്ര്യം പ്രാപിക്കാം. ന്യായപ്രമാണം ഒരു കീറാമുട്ടിയാണ് എൻ്റെ പ്രിയരെ. ന്യായപ്രമാണം നമ്മൾ ചിന്തിക്കും, അപ്പോ ബ്രദറെ ന്യായപ്രമാണം യഹൂദനല്ലേ ഉണ്ടായിരുന്നത്, ഇന്ത്യയിൽ ജനിച്ചു വളർന്ന എനിക്ക് എവിടെയാ ന്യായപ്രമാണം? ഹല്ലേലൂയ. നമ്മള് വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടിട്ട് തുടർന്നുള്ള നമ്മുടെ ജീവിതം യാന്ത്രികമാകുമ്പോൾ, വിശ്വാസത്താൽ അല്ലാതെ കർത്താവുമായിട്ടുള്ള ആ സ്നേഹത്തിൽ നിന്നല്ല എന്റെ ജീവിതം ഞാൻ മുൻപോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ന്യായപ്രമാണത്താലാണ് കൊണ്ടുപോകുന്നത്. എന്റെ ഈ കൂട്ടായ്മയ്ക്കുള്ള പോക്കും ഈ കൂടി വരവും പ്രാർത്ഥനയൊക്കെ ഏതെങ്കിലും ഒരു ടൈം വേണമല്ലോ. ഫോഴ്സ് എന്താ? എന്നെ പ്രാർത്ഥിപ്പിക്കാനും കൂടി വരുവാനും ധ്യാനിക്കുവാനും വചനം വായിക്കുവാനും എന്നെ ഡ്രൈവ് ചെയ്യുന്ന ഫോഴ്സ് എന്താ? കർത്താവുമായിട്ടുള്ള സ്നേഹവും കർത്താവുമായിട്ടുള്ള റിലേഷൻഷിപ്പുമാണോ? എൻ്റെ പ്രിയരെ, ഇന്ന് വിശ്വാസത്താൽ ആ പുത്തൻ യെരൂശലേം കാണുന്നവരെ സ്വന്തം കണ്ണാൽ അന്ന് കാണും. ഇന്ന് സ്വന്തം കാണുകൊണ്ട് കണ്ടാലേ ഞാൻ പോകുമെന്ന് വിചാരിച്ചാൽ ഇന്ന് കാണില്ല, അന്ന് കാണില്ല. ഒരു വിശ്വാസത്താലുള്ള ജീവിതം. ഹല്ലേലൂയ. ലോജിക്കലായിട്ട് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കി ഇതിന്റെ കുറവെല്ലാം മനസ്സിലാക്കി എല്ലാം 360 ആംഗിളിൽ നിന്നൊക്കെ മനസ്സിലാക്കി അങ്ങനെയൊന്നും. ഇത് വിശ്വാസത്താൽ ഏറ്റെടുക്കും. വിശ്വാസത്താൽ ഇന്ന് കാണാൻ പറ്റുന്നവൻ അതിന് സ്വന്തം കണ്ണാൽ കണ്ടിടും അന്ന്. ഹല്ലേലൂയ. അപ്പോ 7-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് ന്യായപ്രമാണത്തെ എങ്ങനെ ജയിച്ച് ജീവിക്കാം. ഇതെപ്പോഴും നമ്മുടെ ഉള്ളിൽ കയറി വരും ന്യായപ്രമാണം. ഹല്ലേലൂയ. നമ്മൾ സ്നേഹത്തിൽ നിന്നല്ല ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രമാണത്തിൽ നിന്ന് എന്തോ ഒരു പ്രമാണമുണ്ട്. ഹല്ലേലൂയ. 8-ാം അധ്യായത്തിൽ ആത്മാവിലുള്ള ജീവിതം. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. ആത്മാവിലുള്ള ജീവിതം, അതാ 8-ാം അധ്യായത്തിൽ പറയുന്നത്. ആത്മാവിൽ എങ്ങനെ നമുക്ക് ജഡത്തെ ജയിച്ച് പ്രമാണത്തെ ജയിച്ച് ക്രിസ്തുവിന്റെ സാക്ഷികളായിട്ട് ജീവിക്കാമെന്നാ പറയുന്നത്. ഹല്ലേലൂയ. അവിടെ ആ ഒരു സെക്ഷൻ കഴിയുക. 9 മുതൽ 11 വരെ the sovereignty of God, ദൈവത്തിന്റെ പരമാധികാരത്തെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ പക്ഷേ മെയിൻ ഫോക്കസ് ഇസ്രായേൽ യഹൂദനുമായിട്ടുള്ള, യഹൂദൻ എന്ന് വെച്ചാൽ ഇസ്രായേൽ ആസ് ആൻ എത്നിസിറ്റി, അതായത് ഇസ്രായേൽ രാജ്യത്തോടുള്ള ബന്ധത്തിൽ 9-ാം അധ്യായത്തിൽ ഇസ്രായേലിന്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞു. ഇസ്രായേലിന്റെ പാസ്റ്റ് എന്ത് പറ്റി, എന്താണ് അവർക്ക് പാസ്റ്റ് സംഭവം, അവരെ തെരഞ്ഞെടുത്ത കാര്യത്തെ കുറിച്ച് പറയുന്നു. 10-ാം അധ്യായത്തിൽ ഇസ്രായേലിനെ തള്ളി പ്രസന്റ് സിറ്റുവേഷനെ കുറിച്ചാണ് പറയുന്നത്. പ്രസന്റ് സ്റ്റേറ്റസ്, ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയെ കുറിച്ചാണ് 10-ാം അധ്യായത്തിൽ പറയുന്നത്. ചാപ്റ്റർ 11 speaks about the future of Israel. ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തും. ഒരിക്കലും ചിന്തിക്കരുത് ഇസ്രായേലിനെ യഥാസ്ഥാനപ്പെടുത്തുമ്പോൾ അബ്രഹാമിന്റെ സന്തതിയായിട്ട് ജനിച്ചു വന്ന എല്ലാവരെയും യഥാസ്ഥാനപ്പെടുത്തുമെന്നല്ല. കാലത്തിന്റെ തികവിൽ അന്ന് കൃപയാൽ ജീവിച്ചിരിക്കുന്നവർ യഥാസ്ഥാനപ്പെടും. മനസ്സിലായി പറഞ്ഞത്? ഹല്ലേലൂയ. ഇന്ന് ജനിച്ചു മരിച്ചു പോയ ഇസ്രായേൽ ജനങ്ങളെ യഹൂദന്മാരെല്ലാം അവര് ക്രിസ്തുവിലെല്ലാം മരിക്കുന്നെങ്കിൽ they are lost forever. അവന്റെ സമയത്ത് അന്ന് യഥാസ്ഥാനം, അന്ന് ജനിച്ചിരിക്കുന്നവർ കുത്തിയെങ്കിലേക്ക് നോക്കും. ഹല്ലേലൂയ. അതിനെക്കുറിച്ചാണ് 11-ാം അധ്യായം പറയുന്നത്. 12 മുതൽ
15-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വരെ ശുശ്രൂഷയെ കുറിച്ചാണ് സേവനം. 12 മുതൽ 15-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വരെ. ഫ്രം സാങ്ക്ടിഫിക്കേഷൻ ടു സർവീസ്. ഇതൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി തന്റെ രക്ഷയിൽ സഭയോട് ചേർന്ന് നിന്ന്, വചനത്തോട് ചേർന്ന് നിന്ന്, കർത്താവിനോട് ചേർന്ന് നിന്ന്, തന്റെ വിശുദ്ധിയിൽ വളർന്ന് പക്വത എത്തിക്കഴിയുമ്പോൾ അവനെ ദൈവം തന്റെ കരത്തിലെ ആയുധമായിട്ട് എടുത്ത് ഉപയോഗിക്കും. അവൻ കർത്താവിന്റെ സാക്ഷിയായിട്ട് വരും. കർത്താവ് നമ്മളെ കുറിച്ചുള്ള പദ്ധതി അതാ. അല്ലാണ്ട് നമ്മളെങ്ങനെയെങ്കിലും കർത്താവിന്റെ രക്തത്താൽ രക്തജയം പറഞ്ഞ് രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ കൊണ്ടുപോകാന്നുള്ളതല്ല. നമ്മൾ ദൈവത്തിന്റെ സാക്ഷികളായിട്ട് ജീവിക്കുന്ന സുവിശേഷമായിട്ട് തീരണം. ഇന്ന് ഇവിടെ ആ മനുഷ്യര്, പ്രത്യേകിച്ച് ഈ വേർപെട്ട സഭകൾ എന്ന് പറയപ്പെടുന്ന പെന്റക്കോസ്റ്റ് സഭകളെല്ലാം തോറ്റുപോയത് അവിടെയാണ്. ഹല്ലേലൂയ. ജീവിതമില്ലാതായിപ്പോയി. കാരണം അതുകൊണ്ടാണ് പണ്ടത്തെ പോലെ ജനങ്ങൾ ഇപ്പോൾ വരാത്തത്. ജീവിതമില്ല. ജീവിതം കണ്ടേ ജനങ്ങൾ വരുള്ളൂ. ഹല്ലേലൂയ. നമുക്ക് കർത്താവിനെ വിറ്റ്നസ് ചെയ്യാനായിട്ടൊരു ജീവിതം ഉണ്ടായിരിക്കണം. അതിനെക്കുറിച്ച് 12 മുതൽ 15-ാം അധ്യായം 7 വരെ ഉള്ള വാക്യം. 12-ാം അധ്യായത്തിൽ പറയുന്നത് എന്താ അറിയോ? എങ്ങനെ സഭയിൽ നമ്മളായിരിക്കണം എന്ന് പറയുന്നത്. 12-ാം അധ്യായം. How our behavior in the church. 13-ാം അധ്യായത്തിൽ നമ്മൾ നമ്മുടെ സമൂഹത്തോടുള്ള ബന്ധത്തിൽ ഇൻ റിലേഷൻ ടു അവർ സൊസൈറ്റി നാം എങ്ങനെയായിരിക്കണം. ഇൻ റിലേഷൻ ടു സൊസൈറ്റി. ഹല്ലേലൂയ. 14-15 അധ്യായങ്ങളിൽ ഒരു ബലഹീന വിശ്വാസിയും ശക്തനായ വിശ്വാസിയും എങ്ങനെ സഭയിൽ എങ്ങനെയായിരിക്കണം, അവര് തമ്മിലുള്ള ഇടപാടുകൾ, അവർ പരസ്പരം എങ്ങനെയായിരിക്കണം എന്നൊക്കെയാണ് 14-15 അധ്യായങ്ങളിൽ പറയുന്നത്. 5:8 മുതൽ 16 അവസാന വാക്യം വരെ ഒരു കൺക്ലൂഷനാണ്, രൂപസംഹാരം. എല്ലാവർക്കും നന്ദി പറഞ്ഞ് അപ്പസ്തോലൻ ലേഖനം അവസാനിപ്പിക്കുകയാണ്. ഞാൻ ഇവിടെ വേഗം എന്ന് പറഞ്ഞാല് റോമാലേഖനം 1-18. ഞാൻ ഈ പറഞ്ഞ ഈ വിഭജനം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ തന്നെ വായിച്ചാൽ ഈ റോമാലേഖനം കുറെയൊക്കെ മനസ്സിലാവും. 1 മുതൽ 18 വരെ, 1-17, 18 അല്ല 1-17 ഒരു ആമുഖം, ഇൻട്രൊഡക്ഷനാണ്. ചാപ്റ്റർ 1 18 to ചാപ്റ്റർ 3 20 വരെ നമ്മുടെ the need of salvation, നമ്മുടെ അവസ്ഥയെക്കുറിച്ചാണ് ചാപ്റ്റർ 3 21 to ചാപ്റ്റർ 5 21 പറയുന്നത് രക്ഷയെക്കുറിച്ചും രക്ഷയെക്കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. പഴയ നിയമ വിശുദ്ധന്മാരുടെ കാര്യങ്ങൾ പറയുന്നു. ഇതിനകത്ത് ലോജിക്ക് എന്താണെന്ന് പറയുന്നു. പിന്നെ 6 മുതൽ 8 വരെയുള്ള അധ്യായങ്ങളിൽ സാൽവേഷൻ ടു സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണത്തെ കുറിച്ച് പറയുകയാണ്. 9, 10, 11 അധ്യായങ്ങൾ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് ഇസ്രായേലിനോടുള്ള ബന്ധത്തിലുള്ള തന്റെ പദ്ധതി എന്തെന്ന് പറയുകയാണ്. ഹല്ലേലൂയ. 12 മുതൽ 15 വരെ, 15-ാം അധ്യായം 18-ാം വാക്യം വരെ സർവീസ്. അതായത് ഇങ്ങനെയാണ്. അപ്പോസ്തലനായ പൗലോസ് നമുക്കറിയാമല്ലോ, വെൽ ലേണഡ് മാൻ ആണ്, നല്ലൊരു ടീച്ചറാണ്, ഉപദേഷ്ടാവാണ്. താനൊരു തിയറി പറഞ്ഞു, എന്നിട്ട് അത് 11-ാം അധ്യായം വരെ പറഞ്ഞു. അതിനുശേഷം അതിന്റെ പ്രാക്ടിക്കൽ ലൈഫ്, ഹൗ ദിസ് തിയറി ഈസ് അപ്ലൈഡ് ഇൻ അവർ ലൈഫ്, അതാണ് 12 മുതൽ 15-ാം അധ്യായം വരെ പറയുന്നത്. പിന്നീട് ഒരു ഉപസംഹാരം. ഹല്ലേലൂയ. അതാണ് അതിന്റെ പുസ്തകത്തിന്റെ വിഭജനം. എങ്ങനെയാണ് 16 അധ്യായങ്ങൾ വളരെ കൃത്യമായിട്ട് അപ്പോസ്തലൻ അത് അടുക്കി വെച്ചിരിക്കുന്നത്. നമുക്കിന്ന് ഈ പഠനം ആരംഭിക്കുമ്പോൾ ഇതിന്റെ ആദ്യത്തെ 1-2 വാക്യങ്ങൾ മാത്രം, ചില വാക്കുകൾ മാത്രം ഒന്ന് സൂചിപ്പിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പേ കൂട്ടി അരുളി ചെയ്ത
സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പസ്തോലനും യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ലേഖനമാണ്, ഒരു കത്താണ്. ഇന്ന് ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അന്ന് കത്ത്. ഇന്ന് എഴുതുന്നത് എങ്ങനെയാ? ഞാനൊരു കത്തെഴുതുവാണെങ്കിൽ ഡിയർ ലിനോ എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ എഴുതി അവസാനം യുവർ സിൻസിയർലി ആണ് നമ്മുടെ ഒരു ഫോർമാറ്റ്. പക്ഷെ അന്നത്തെ കാലത്ത് കത്തെഴുതുന്നത് ആദ്യം എഴുതുന്നയാളെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള കാര്യം. കാരണം റോമിലെ സഭയിൽ എല്ലാവർക്കും അപ്പോസ്തലനെ അറിയില്ല. So he introduces himself. Who am I? ഞാൻ ആരാണ്? ഹല്ലേലൂയ എന്ന് താൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. ഇംഗ്ലീഷ് വായിച്ചു നോക്കിയ Paul, a servant of Jesus Christ, called to be an apostle, separated unto the gospel of God. Paul, a servant of Jesus Christ. Hallelujah. See, ഇവിടെ അപ്പോസ്തലൻ തന്നെ പരിചയപ്പെടുത്തുവാനായിട്ട് രണ്ട് പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ആ വാക്യം വായിച്ചു നോക്കി. Paul, a servant of Jesus Christ, called to be an apostle. മലയാളം വായിച്ചു നോക്കിയാൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസനും. 2 terms ആണ് ഉപയോഗിക്കുന്നത്. ഊന്നി പറയുന്നത് ഞാൻ യേശുക്രിസ്തുവിന്റെ ദാസൻ. ആരാ പറയുന്നത്? അപ്പോസ്തലൻ സെയിന്റ് പോൾ. മൂന്നാം സ്വർഗം വരെ എടുക്കപ്പെട്ടത്. എത്രയോ സഭകൾ സ്ഥാപിച്ചു, എത്രയോ മിഷൻ ജേർണി നടത്തി, 14 ലേഖനങ്ങൾ പുതിയ നിയമസഭയ്ക്ക് നൽകി അപ്പോസ്തലനായ വിശുദ്ധ പോൾ പറയുക, ഞാൻ യേശുക്രിസ്തുവിന്റെ ദുലോസ്, യേശുക്രിസ്തുവിന്റെ ദാസൻ. എന്ത് കോൺട്രഡിക്ഷൻ അല്ലേ ഈ അപ്പോസ്തലനും നമ്മൾ ഇന്ന് കാണുന്ന ആൾക്കാരുമായിട്ട്? ഭയങ്കര കോൺട്രഡിക്ഷൻ അല്ലേ? മോസ്റ്റ് റെവറൻഡ് ഡോക്ടർ, പാസ്റ്റർ. ബ്രദറെന്നെങ്ങാനും വിളിച്ചു കഴിഞ്ഞ പാസ്റ്ററുകളിൽ തീർന്ന പരിപാടി. We have got a lot to learn from Paul. ഇതിങ്ങനെ പറഞ്ഞു അവസാനം ബാക്കി അടുത്ത ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ പാപികളിൽ ഒന്നാമൻ. That's how Paul places himself. കർത്താവുമായിട്ട് ആ ക്ലോസ്നെസ്സിലേക്ക് വന്നു കഴിയുമ്പോൾ പറയുക, കർത്താവിന്റെ ആ വിശുദ്ധിയുടെ മുൻപിൽ, കർത്താവിന്റെ ആ പരിശുദ്ധി, കർത്താവിന്റെ ആ പ്രസൻസ് കണ്ടപ്പോ പോൾ പറയുക, ഞാൻ പാപികളിൽ ഓള് പറയുക ഞാൻ ഡുലോസ്. ഈ ഗ്രീക്കിൽ ഡുലോസ് എന്ന് വെച്ചാൽ അറിയോ? അടിമയെന്നർത്ഥം. അടിമ. റോമിലൊക്കെ അന്ന് റോമൻ സിറ്റിസൺസിനേക്കാളും കൂടുതൽ അടിമകളാവുന്നു. റോമൻ ഈ അങ്ങനെയുള്ള മൂവീസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, പല അടിമകളെ ഇങ്ങനെ കൊണ്ടുപോകുന്നതൊക്കെ ആയിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. അങ്ങനെ അടിമകൾ കണ്ടമാനം ഉണ്ടായിരുന്നു. ഈ അടിമ ഈ ഒരു slave is not even considered as a person. Slave is എന്താ പറയാ, അതൊരു പ്രോപ്പർട്ടിയാണ്, ഒരു സാധനമായിട്ടാണ് കണ്ടിരുന്നത്. Slave is considered as a property. എന്ത് വിലയാണ് ഒരു പ്രോപ്പർട്ടിക്ക്? ഇന്നത്തെ കാലം പറഞ്ഞ ഒരു പോത്തിന്റെ ഒക്കെ വില, ഒരു കാളയുടെ ഒക്കെ വില. അത്രയാണ്. ഇന്ന് നമ്മൾ കർത്താവിന്റെ ദാസൻ എന്ന് പറയുമ്പോ നമുക്കതങ്ങനെ ഫീൽ ചെയ്യില്ല. പക്ഷെ അന്ന് യു സീ ഇൻ ദ ഫസ്റ്റ് സെഞ്ചുറി, അന്ന് അടിമയെന്ന് പറഞ്ഞ I am to loss. I'm not mine.
ഞാൻ എന്റേതല്ല, ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടതാ. I am the property of Jesus Christ. നമുക്ക് തോന്നിയിട്ടുണ്ടോ? Do we have that feeling? I'm the property of, ഞാൻ എന്റേതല്ല, ഞാൻ വിലയ്ക്ക് വാങ്ങപ്പെട്ടതാ, എനിക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. അതാ ശരിക്കും ഡൂലോസ് എന്ന് പറയുന്നത്. എനിക്ക് എന്റേതായ ഒരു റൈറ്റ്സും ഇല്ല. ഒരു അടിമയ്ക്ക് എന്ത് റൈറ്റ്സ് ആവുന്നത്? ഇന്ന് നമുക്ക് ഇല്ലാത്തത് ഇതാ പ്രിയരെ. നമുക്ക് പറച്ചിലുണ്ട്, പക്ഷേ ജീവിതത്തിലില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. കൊരിന്ത്യ ലേഖനത്തിൽ അപ്പോസ്തലൻ 1 കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായം 19-ാം വാക്യത്തിൽ നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരല്ലോ. 1 കൊരിന്ത്യ ലേഖനം 6-ന്റെ 6-ാം അധ്യായം അതിന്റെ 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാവുന്ന നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ഹല്ലേലൂയ. പഴയ നിയമവിശുദ്ധന്മാരെല്ലാവരും ആഗ്രഹിക്കുന്നവർ യഹോവയുടെ ദാസന്മാർ, യഹോവയുടെ ദാസന്മാർ. എന്റെ പ്രിയരെ, നമുക്ക് കിട്ടിയ ഭാഗ്യമുണ്ടല്ലോ, നമുക്ക് കിട്ടിയ ഭാഗ്യം, നമ്മൾ വാഴ്ത്തപ്പെട്ടവനായ യേശു കർത്താവിന്റെ ദാസന്മാർ. We are the doulos, servants of Jesus Christ. എത്ര ശ്രേഷ്ഠമായ പദവിയാണ്. നമ്മൾ we are the church, dear friends. ചർച്ചിന് കർത്താവിന്റെ തിരുഹൃദയങ്ങളിൽ ചർച്ചിനെ കുറിച്ചുള്ള, തന്റെ മണവാട്ടി സഭയെ കുറിച്ചുള്ള താൻ എന്താണ് മണവാട്ടി സഭയെ കുറിച്ച് കരുതിയിരിക്കുന്നത് ആ ദൂതന്മാർക്ക് പോലും അറിയുന്നില്ല. പഴയ നിമിഷത്തിൽ മാത്രം നമ്മൾ അങ്ങനെ വായിക്കുന്നില്ലേ? ഹല്ലേലൂയ. നമ്മുടെ പൊസിഷൻ എന്താ? ഇത് മനസ്സിലാക്കിയ പഴയ നിയമ നമ്മുടെ പിതാക്കന്മാർ പാടിയ മണ്ണെ പ്രതി മാണിക്യത്തെ പ്രതി ഇത് കളയില്ലേ? ഈ 80 or 70 വർഷത്തെ ജീവിതത്തിന് വേണ്ടി, ചെറിയ സന്തോഷത്തിന് വേണ്ടി, do not compromise this. ഈ മാണിക്യത്തെ, ഈ രക്ഷയെ നാം കളയരുത്. ഹല്ലേലൂയ. എന്നിട്ട് തുടർന്ന് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ അവസാനിപ്പിക്കാൻ വരുന്നത്, തുടർന്ന് പറയുക അതിന്റെ രണ്ടാമത്തെ വിശേഷണം, സുവിശേഷത്തിനായി വേർതിരിച്ചു വിളിക്കപ്പെട്ട അപ്പോസ്തലൻ. അപ്പൊ പിന്നെ ബ്രദറെ, താൻ ഡുലോസ് ആണെന്ന് പറഞ്ഞിട്ട് എന്തിനാ അപ്പോസ്തലനിലൂടെ പൗലോസിലൂടെ അപ്പോസ്തലൻ, അപ്പോസ്തോലോസ്, പോസ്റ്റൽ എന്ന് പറയുന്നത്? ഹല്ലേലൂയ. ഈ അപ്പോസ്തോലോസ് എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം സെൻഡ് ഔട്ട് എന്നാണ്. സെൻഡ് ഔട്ട്, സെൻഡ് ഔട്ട്, അയക്കപ്പെട്ടവൻ. ഞാൻ വേഗം അവസാനിപ്പിക്കാം. ഈ പഴയ നിയമകാലത്ത് യഹോവയായ ദൈവം താൻ ജനത്തോട് സംസാരിക്കുന്നത് അറിയിക്കുവാനായിട്ട് പ്രവാചകന്മാരെ, പഴയ നിയമ പ്രവാചകന്മാരും അപ്പോസ്തലനും, അവരെ ദൈവം അയച്ചു. Thus saith the Lord, the Lord of hosts, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം പറയുന്നു എന്ന് ധൈര്യത്തോടെ വിളിച്ചു പറയുവാനായിട്ട് നിയോഗിക്കപ്പെട്ടവർ അപ്പോസ്തലന്മാർ, പഴയ നിയമകാല പ്രവാചകന്മാർ. യിരെമ്യാവും യെശയ്യാവും യെഹെസ്കേലും തന്നെയാ പറഞ്ഞത്. Thus saith the Lord, സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം പറയുന്നു. ഹല്ലേലൂയ. എന്നാൽ പുതിയ നിയമസഭയിലേക്ക് വരുമ്പോൾ അപ്പോസ്തലൻ, അപ്പോസ്തോലോസ്, അപ്പോസ്റ്റൽ എന്ന് പറയുമ്പോൾ പുതിയ നിയമസഭയ്ക്കുള്ള ദൈവത്തിന്റെ വചനം, ദൈവത്തിന് പുതിയ നിയമസഭകളോട് പറയുവാനുള്ള വചനം
തന്റെ കൽപ്പനകൾ എഴുതി അറിയിക്കുവാനായിട്ട് നിയോഗം ലഭിച്ചവരാണ് കർത്താവിന്റെ അപ്പോസ്തലന്മാർ. അവരാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അതാണ് നമ്മൾ 1 കൊരിന്ത്യ ലേഖനം 14 അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് തന്നെ അത് പറയുന്നുണ്ട്. ആ വാക്യം വായിക്കാൻ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. നമുക്കത് ആരുടെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. 14 അധ്യായം അതിന്റെ 14ന്റെ 37 വാക്യത്തിൽ ഞാൻ വായിക്കാവേ. താൻ പ്രവാചകനെന്നോ, ഇന്നും പ്രവാചകനുണ്ട്, ഇന്നും പ്രവാചകനുണ്ട്. നമ്മൾ കാണുന്ന നാട്ടിലെ പ്രവാചകന്മാരായിട്ടില്ല, ശരിക്കുള്ള പ്രവാചകൻ. താൻ പ്രവാചകനെന്നോ ആത്മീയനെന്നോ ഒരുത്തന് തോന്നുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് കർത്താവിന്റെ കൽപ്പനയാകുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുക റോമിലെ സഭയ്ക്ക്, ഞാൻ ഈ എഴുതുന്ന ഈ സുവിശേഷം ഇതിങ്ങനെ തന്നെയാ, ഇത് ശരിയാ. I have the mandate to write to you. ഇത് ദൈവത്തിന്റെ കൽപ്പനയാ. സോ അത് അവർക്ക് താൻ എഴുതുന്ന ഇത് തനിക്ക് ദൈവത്താൽ നിയോഗം കിട്ടിയിട്ട് ദൈവം തന്നെ അവിടുത്തെ കരത്തിലെ ഒരു ആയുധമാക്കി ഉപയോഗിച്ച് എഴുതി നിങ്ങൾക്ക് തരുന്നതാ, നമുക്ക് തന്നതാ. ഇത് ഇവരോട് പറയാനാ പറയുന്നത്. വിളിച്ചു വേർതിരിക്കപ്പെട്ട അപ്പോസ്തലനും യേശുക്രിസ്തുവിന്റെ ദാസൻ. He want to tell the church in Rome that they have the mandate to write. കൊരിന്ത്യ സഭയിലെ അപ്പോസ്തലന്മാരുണ്ടായിരുന്നു, പ്രവാചകന്മാരുണ്ടായിരുന്നു, ഓക്കെ. പക്ഷെ ആ ശുശ്രൂഷയല്ല എനിക്ക്. ഞാൻ ആധികാരികമായിട്ട് എഴുതുന്നത് സാക്ഷാൽ ദൈവത്തിന്റെ കൽപ്പനയാണ്. ഇതിലൊരു മാറ്റവുമില്ല, ഇതിങ്ങനെ തന്നെയാണ് എന്നറിയിക്കാനായിട്ടാ താൻ അവിടെ ആ അപ്പോസ്തലൻ എന്ന വാക്ക് എടുക്കുന്നത്. ഇത് വായിക്കുന്ന റോമിലെ സഭയ്ക്ക് മനസ്സിലാവണം, ഇതിങ്ങനെ തന്നെയാ ദൈവത്തിന്റെ നിയോഗത്താൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയരെ, തുടർന്ന് നമ്മൾ ആ ഭാഗം നോക്കുമ്പോൾ ഇത് പറഞ്ഞതിന് ശേഷം അപ്പോസ്തലൻ ഇത് പറഞ്ഞതിന് ശേഷം ഈ ഗലാത്യ ലേഖനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യിരെമ്യാ പ്രവാചകൻ പറയുന്നൊരു വാക്യം കോട്ട് ചെയ്ത് അതിനോട് ചേർന്ന് അപ്പോസ്തലൻ ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം, എന്നെ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ആ ദൈവം കണ്ട് എന്നെ വിളിച്ച് വേർതിരിച്ചെങ്കിൽ എനിക്ക് തെറ്റി. ഞാൻ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എന്നെ കണ്ടതാ. എന്റെ പ്രിയരെ, ഇന്നിവിടെ നിങ്ങൾ വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഡോണ്ട് തിങ്ക് ദാറ്റ് ബ്രദറെ വിളിച്ചോളാ, ദൈവം നമ്മളെ കണ്ടത് കൊണ്ടാണ് ഇന്ന് ഈ കൂട്ടായ്മയിൽ നമ്മൾ വന്നിരിക്കുന്നത്. ഗലാത്യ ലേഖനത്തിൽ അത് കൃത്യമായിട്ടാണ് പറയുന്നത്. ഗലാത്യ ലേഖനം 1:5 വായിച്ചേ, അത് കൃത്യമായിട്ട് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ചല്ല, എന്റെ അമ്മയുടെ ഉദരത്തിൽ എന്നെ ഉരുവാകുന്നതിന് മുമ്പേ ഞാൻ ദൈവം എന്നെ കണ്ടു. 1:5 ഹല്ലേലൂയ. 1 അധ്യായത്തിന്റെ 5 വാക്യം. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ കൃപയാൽ നിങ്ങളെ വിളിച്ചതിനെ വിട്ട് ഞാൻ സ്തോത്രം. എങ്കിലും എന്റെ ജനനം മുതൽ, എന്റെ പ്രിയരെ, നമ്മളെ ദൈവം നമ്മുടെ ജനനത്തിങ്കിലെ കണ്ടത് കൊണ്ടാണ് നാം ഇന്നിവിടെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു സമുദായ വിശ്വാസത്തിൽ നിന്ന് കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. ഹല്ലേലൂയ. ഞാനിന്ന് നിൽക്കുമ്പോൾ, എന്റെ പുറകിലോട്ട് നോക്കുമ്പോൾ, ദൈവം എനിക്ക് എന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ അത്ഭുതമാണ് ഈ രക്ഷ എനിക്ക് ലഭിക്കുക എന്നുള്ളത്. ഇതിനേക്കാൾ അത്ഭുതം വേറൊന്നും എന്റെ ജീവിതത്തിലില്ല. ഇതിനേക്കാൾ ശ്രേഷ്ഠമായി എന്ത് അത്ഭുതം പറ്റുന്നു? ഇതിനേക്കാൾ ശ്രേഷ്ഠമായ എന്റെ അത്ഭുതമാണ്. എന്റെ നിത്യതയ്ക്ക് തടസ്സം എന്താ? ഞാൻ ചോദിക്കുക, എന്റെ നിത്യതയ്ക്ക് തടസ്സം എന്താ? എന്റെ പോവർട്ടിയാ? എന്റെ അസുഖമോ? എനിക്ക് പണമില്ലാത്തതാ? ഇതൊന്നും നിത്യതയ്ക്ക് തടസ്സമല്ല. നിത്യതയ്ക്ക് തടസ്സം നമ്മുടെ പാവമാറിയതേ.
നമ്മൾ വണ്ടി ഇടിച്ചു വെച്ചാൽ, നമ്മൾ അസുഖം ഒന്ന് വെച്ചാൽ, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഘട്ടവും ദൈവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പോകും. പക്ഷെ ക്രിസ്തുവിലാണോ നമ്മൾ പോകുന്നത്? ക്രിസ്തുവിലാണെങ്കിൽ നിത്യതയോളം നമ്മൾ അവന്റെ നമ്മൾ വരും. മെക്കാരൂഢനായിട്ട് അവൻ വരുമ്പോൾ 1000 വിശുദ്ധരോടൊന്നിച്ച് അന്ന് തന്നെ കുത്തി തുളച്ചു വരും. എല്ലാവരും കാണും. അന്ന് നമ്മൾ അവന്റെ കൂടെ വരും. ഇത് സത്യമാണ്. There is no doubt about that. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദി.